എൻ്റെ പൊന്നു മക്കളെ മതിയായി. 1 മണിക്കൂർ നടക്കാനോ? 1 മണിക്കൂർ 59 മിനിറ്റ്. എൻ്റെ 1 മണിക്കൂർ നടക്കാണ്ട് ബീച്ചിൽ നിന്ന് മിഠായി തെരുവിക്ക്. എങ്ങനെ? അങ്ങനെ ഞായറാഴ്ചത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അടിപൊളിയായിട്ട് തുടങ്ങിയ ഞായറാഴ്ചയാണ് കേട്ടോ. രാവിലെ കാര്യമായിട്ട് കണ്ടില്ലേ, അടിപൊളി കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേ ഒരു അടിപൊളി കപ്പപ്പുഴുക്ക് തന്നെയായിരുന്നു. പുഴുക്കല്ല, കപ്പ ബിരിയാണി. അങ്ങനെ ഈ രാവിലെ എല്ലാ ഞായറാഴ്ചയും പോലെ ഒരിക്കലും ആയിരുന്നില്ല കേട്ടോ. തീർത്തും വ്യത്യസ്തമായിട്ടൊരു ഞായറാഴ്ച. ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്ന അത്രയും സമയം നല്ല സമയമായിരുന്നു. എന്താന്ന് പറയാണ്ടല്ലോ, സമയദോഷം എന്ന് പറയാം, അല്ലെങ്കിൽ എന്തോ ശനിപ്പിഴ, ഞായർപ്പിഴയായിരുന്നു കേട്ടോ അന്ന്. രാവിലെ വല്ലാത്തൊരു മടി. ഇതെല്ലാം കഴിച്ച് കപ്പപ്പുഴുക്കും ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു. എന്തായാലും വേണ്ടിയില്ല എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം തിണ്ണയിലിരുന്നു. അപ്പം നമുക്ക് വർത്താനം പറയാൻ അടുത്ത് ആരെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ പാത്രമൊക്കെ പെറുക്കാൻ വേണ്ടി പെറുക്കി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അവിടെ ആരോടെങ്കിലും കുറച്ച് നേരം വർത്താനം പറയാൻ നമുക്കുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളുണ്ടാക്കും. മടിയുള്ള ദിവസം നമ്മൾ ഉണ്ടാക്കിയിരിക്കും കേട്ടോ. അങ്ങനെ വളരെ തീർത്തും വ്യത്യസ്തമായിട്ടൊരു ദിവസം. ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ പോലുമില്ല കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ മനോഹരമായിരുന്നു അവസാനമായപ്പോൾ എന്നുള്ളതാണ് സത്യം കേട്ടോ. ഈ അഴയെ കിടക്കുന്ന തുണിയെല്ലാം ഇന്നലെ, അതായത് തലേ ദിവസം ശനിയാഴ്ച അലക്കിയിട്ട തുണിയായിരുന്നു കേട്ടോ. ആ തുണി എടുത്തിട്ട് വേണം അടുത്ത എൻ്റെ ഒരു ലോഡ് തുണി അലക്കിയിടാൻ. ഇവിടെ ഇരുന്നിട്ടും വർത്താനം തന്നെയാണ്. ഇവിടേക്ക് പോയതും ചെറിയ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പോയ പോക്കിൽ അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് കഥ പറച്ചിലായി. അവിടെയും പണി ബാക്കിയായി കേട്ടോ. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ. രാവിലെ ആ കപ്പപ്പുഴുക്കും ഉണ്ടാക്കി. ചേട്ടായി 10 പൊറാട്ടയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇത്തിരി ചിക്കനും. അപ്പോൾ ആ ചിക്കൻ കറി എങ്ങനെയോ അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അലക്കാനുള്ള തുണിയും വെച്ച് കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഇതെന്താണ് അസുഖം എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ചോറ് പോലും വെച്ചില്ല. ആ കപ്പപ്പുഴുക്കും നിന്നിങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ചേട്ടായി ഒരു 4 മണി ആവാനായപ്പോൾ കയറി വന്ന ആൾ 3:45 ആയപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ റെഡി ആവുകയാണെങ്കിൽ 4:30 ആകുമ്പോഴത്തേക്ക് റെഡി ആവുകയാണെങ്കിൽ ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മക്കളെ, ഈ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കൂലേ, അതുപോലെയാണ് തോന്നിയത് കേട്ടോ. ഞാനൊന്നും നോക്കിയില്ല. റെഡി. പാത്രം കഴുകാനുണ്ട്, അലക്കാനുണ്ട്, അടിച്ചു വാരാനുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഞാനൊന്നും നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. കണ്ടില്ലേ, ഞാൻ കുളിച്ച് റെഡിയായി. പക്ഷേ അവന്മാരിത്തിരി ആങ്ങി തൂങ്ങി. മോനുസിന് ആദ്യക്കൂട്ടനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പോണാനും. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായപ്പോഴത്തേക്ക് അച്ഛനും കൂടെ കുളിക്കാൻ കയറി. പിന്നെ ഇതെന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. ജീവിതത്തിൽ എന്താ പറയുക, നമുക്ക് ലോട്ടറി അടിക്കില്ല, ആ ലോട്ടറി അടിച്ച പോലെ തന്നെ. പക്ഷേ ഇവർ വേഗം ഒരുങ്ങി കഴിയുമല്ലോ. അങ്ങനെ ചേട്ടായും കൂടും ബൈക്കിന് പോയി. ഇവരെന്ത് ചെയ്താൽ എൻ്റെ വണ്ടിയിലേ കയറുള്ളൂ കേട്ടോ. മോനുസും ആദ്യക്കൂട്ടനും. അച്ഛൻ എങ്ങനെയെങ്കിലും വണ്ടി പോട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ 2 പേരും എൻ്റെ വണ്ടിയിൽ തന്നെ വലിഞ്ഞു കയറി. ഞങ്ങളിതാ പോണു, രണ്ടും കൽപ്പിച്ച് സ്കൂട്ടിയും കൊണ്ട് കേട്ടോ. കോഴിക്കോട് ടൗണിലേക്ക് സ്കൂട്ടിയും കൊണ്ട് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെ പുറകിലാണ് കേട്ടോ. ചേട്ടാ എവിടെയോ എത്തി. ഞങ്ങൾ ആങ്ങി തൂങ്ങി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചേട്ടാ അവിടെ ചെന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് കേട്ടിട്ടേ ഉള്ളൂ. കുടുവിനെ സത്യം പറഞ്ഞാൽ കുടു കടൽ കണ്ടിട്ടില്ല കേട്ടോ. ഓർമ്മയിലില്ല. പണ്ടെങ്ങാണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞിതായപ്പോൾ. പക്ഷേ അവനത് കടൽ കണ്ടതായിട്ടൊന്നും അവൻ്റെ ഓർമ്മയിലുണ്ടാവില്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ അവൻ കടലെന്ന് പറയാനായി, കടലിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും കുറേ ആയല്ലോ. ആദ്യക്കൂട്ടനും കുഞ്ഞായപ്പോൾ ഒന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളങ്ങനെ തീരുമാനിച്ചിറങ്ങിയതല്ലേ. അടിപൊളിയായിട്ട് ഞങ്ങളിതാ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട് നമ്മളെ വലിയ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു വലിയ, എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനൊരു സ്കൂട്ടി ഓടിക്കുന്നുള്ളതൊന്നും. സത്യമായിട്ടും ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ഞാൻ, വീട്ടിൽ കുട്ടിക്കാലത്ത് നമുക്കൊന്നൊരു സൈക്കിൾ പോലും വാങ്ങിത്തരാൻ കഴിയാത്ത അച്ഛനും അമ്മയും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതുപോലെ ജീവിച്ചു പോരുന്ന നമ്മളെ കുടുംബം. അപ്പം നമ്മളൊന്നും കളിപ്പാട്ടം പോലും ഞങ്ങൾക്കൊന്നും വാങ്ങിത്തന്ന ഓർമ്മയോ കളിച്ച ഓർമ്മയോ ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂട്ടി ഓടിക്കാൻ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ
സാഹചര്യം നമ്മൾ ജോലിക്ക് പോകണം, മക്കളെ കാര്യം മക്കളെ 4 വഴിക്കാക്കണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ ജോലിക്ക് പോയി നമ്മൾ തന്നെ അങ്ങോട്ട് വാങ്ങിയൊരു സെക്കൻഡ് ഹാൻഡ്. പിന്നെ അതിൻ്റെ പേരിൽ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഏതായാലും ഇപ്പോൾ വണ്ടീൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമായി നിൽക്കുവാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുന്നമംഗലത്ത് വണ്ടി നിർത്തിയത് ആദ്യക്കുട്ടനും പോലും ഓടി ബസ്സിൽ കയറാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ബസ്സിലൊരു യാത്ര. അടിപൊളിയാണ് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഈ സ്കൂട്ടറിലും ബൈക്കിലൊന്നും പോണ ഒരു വൈബല്ല കേട്ടോ ബസ്സിൽ. ആദ്യക്കുട്ടൻ ഒരു സീറ്റിലിരുന്നു, കാരണം ജനൽ കമ്പി ഈ വിൻഡോ സീറ്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവനൊരു ഭാഗത്തിരുന്നു, മോനൂസ് ഒരു സീറ്റിലിരുന്നു, ഞങ്ങളൊരു സീറ്റിലിരുന്നു കേട്ടോ. കുടുവിനെ ഞാൻ തോണ്ടി വിളിക്കുന്നത്, പക്ഷേ കുടുവിന് ഇവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുടുവിന് നേരെ മുന്നിലോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല, അവിടെ ഗ്ലാസ് അടച്ചിട്ട് തന്നെ. അവസാനം അതിനേക്കാൾ അത്ഭുതം എന്താണെന്നറിയോ, ബസ്സിൽ മക്കളെ സ്കാനർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ബസ്സിൽ സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുന്നത്. അങ്ങനെ കുന്നമംഗലത്ത് നിന്ന് നമുക്ക് എവിടേക്കായിരുന്നു കയറിയത്, പാളയത്തേക്ക് 81 രൂപ കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ അത് സ്കാൻ ചെയ്ത് കൊടുത്തപ്പം അതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ടോ. ഇത്രയും കാലം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് പോയ ഓർമ്മയുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, നമ്മൾ ബസ്സിലൊക്കെ യാത്രയായി. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ചിരിച്ചും കളിച്ച ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. അവസാനം കുടു നമ്മളടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി, കാരണം കുടുവിന് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മോനുച്ചിൻ്റെ അടുത്ത് പോയിട്ടോ. ചേട്ടാൻ്റെ മടിയിൽ ഇരുന്നോളാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇരിക്കുന്നു ചേട്ടാൻ്റെ മടിയിൽ. ശരിക്കും പറഞ്ഞാലേ ഈ ബസ്സിലെ യാത്ര അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കേട്ടോ. കാരണം കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ കാറ്റും കൊണ്ട് ഈ സ്കൂട്ടറിൽ തന്നെ ഡ്രൈവ് ചെയ്ത് വലിയ വാഹനത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അടച്ചിട്ട വാഹനത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോഴത്തേക്കും തലയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പാളയത്ത് വന്നിറങ്ങി നമുക്ക് സൂര്യാസ്തമയം കാണണം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ പോയത്. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്താം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത് 4:30. വീട്ടിൽ നിന്ന് 4:30 പോയിട്ട് എന്താ കാര്യം, നമ്മൾ 6 മണിക്കൊന്നും അവിടെ എത്തിയില്ല കേട്ടോ. 6 മണിക്ക് നമ്മൾ പാളയത്തെത്തിയിട്ട് പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച്. എൻ്റെ പൊന്നു മക്കളെ, കടുകുമണി പോലും താഴോട്ട് വീഴാത്ത രീതിയിലാണ് തിരക്ക് റോട്ടിൽ കേട്ടോ. ആൾക്കാരും പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്, വണ്ടിയും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ രാത്രിയായപ്പോഴാണ് കേട്ടോ ബീച്ചിലെത്തിയത്. രാത്രിയായപ്പോൾ ബീച്ചിലെത്തിയത് കൊണ്ടാണെന്നറിയില്ല, ഞാൻ കണ്ട ബീച്ച് ഇതല്ല കേട്ടോ. എനിക്ക് തോന്നി ഇതല്ലടാ അതെന്ന് പറയാനാട്ടോ എനിക്ക് തോന്നിയത്. ഇതൊന്നുമല്ലടാ അതെന്ന്. കാരണം ആകെ ടോട്ടൽ മൊത്തം മാറ്റങ്ങളാണ് കേട്ടോ. എന്തോരം കെട്ടിടങ്ങളാണ്, എന്തൊക്കെ കാഴ്ചകളാണ്. അതിനേക്കാളുപരി എന്തോരം ആൾക്കാരാ. മോനൂസ് കുറേ പാൻ്റൊക്കെ കയറ്റി വെച്ച് വന്ന് നോക്കി ഇറങ്ങാമെന്ന് പറഞ്ഞു. അവസാനം അവൻ പറഞ്ഞില്ല, ഇത് ശരിയാവില്ല, ഞാൻ ഇറങ്ങണില്ല എന്ന്. പക്ഷേ ആദ്യക്കുട്ടനും കൂടു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രമാത്രം കൂടു അർമാദിച്ച് ആഘോഷിച്ച് ഇറങ്ങണത് കേട്ടോ. അച്ഛനും മക്കളൊക്കെ പാൻറ് ഷർട്ടാണ്, ഞാനും കൂടി ആക്കാമായിരുന്നു. എൻ്റെ കയ്യിൽ ഈ സഞ്ചി വലിച്ചെറിഞ്ഞാലോ എന്നൊക്കെ തോന്നി കേട്ടോ. കാര്യം പറഞ്ഞാൽ അങ്ങനെ സഞ്ചി വലിച്ചെറിയാത്ത നമ്മളത് വശത്ത് വെച്ചിട്ട് ബാഗും തൂക്കിയിട്ട് നമ്മൾ പോയിട്ടോ. അങ്ങനെ അവസാനം മോനിച്ച് എന്നോട് പറഞ്ഞു, അമ്മേൻ്റെ സഞ്ചി ഒന്ന് എടുത്ത് വലിച്ചെറിയുന്നതിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ടോ. എന്തായാലും വേണ്ടിയില്ല, ആ സഞ്ചിക്കകത്ത് എന്താണെന്നാണോ, കുടൂന് മാറ്റാനുള്ള ഉടുപ്പ്, കുടൂന് തോർത്താനുള്ള തോർത്ത്, ആദ്യക്കുട്ടൻ്റെ ഉടുപ്പ്, ഇതൊക്കെയായിരുന്നു എൻ്റെ സഞ്ചിക്കകത്തെ. പിന്നെ കാര്യമായിട്ടൊരു ബാഗിലെടുത്തിടാൻ മക്കൾ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗല്ലേ ഉള്ളത്, അത് വേണോ വേണ്ടതെന്ന് ആലോചിച്ചാണ് ഞാൻ അവസാനം സഞ്ചി എടുത്തത്. അപ്പോഴാണ് കുടുവിന് മൂത്രമൊഴിക്കാൻ പൊട്ടിയത്. കുടു പറഞ്ഞു, അമ്മേ എനിക്ക് മൂത്രമൊഴിക്കാണ്ട്, ഞാനിപ്പം മൂത്രമൊഴിക്കുമെന്നാണ് കുടു പറയണത് കേട്ടോ. ആദ്യക്കുട്ടന് ആദ്യം ഇറങ്ങാൻ ഭയങ്കര മടി പിടിച്ചൊക്കെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ എന്ത് ചെയ്തു, ഇറങ്ങി കേട്ടോ. കുടു പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു മടിയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, കുടു ഇറങ്ങി. കുടു ഓടി കളിക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ പുറകെ ഓടാനോ അവൻ്റെ പുറകെ നടക്കാനോ നമുക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. വെള്ളം തീരെ രാത്രിയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവന് പെട്ടെന്ന് വലിയ തിര വരുമ്പം, പക്ഷേ കുടു തിരക്കനുസരിച്ച് ഇങ്ങോട്ടും ഓടും അങ്ങോട്ടും ഓടും, അങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഈ സഞ്ചി കാണുമ്പോൾ ഇപ്പം എനിക്കൊരു അസ്വസ്ഥത, സഞ്ചി വലിച്ച് ആ കടലിലേക്ക് എറിയായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. മക്കൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. കുടുവിന് ഇനിയും പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കടലിൽ നിന്ന് ഇങ്ങോട്ട് പോരേ വേണ്ടാന്നാണ് കുടു പറയണത്. കുടുവിന് അവിടെ നിൽക്കണം. ആദ്യക്കുട്ടനൊക്കെ ആണെങ്കിൽ കുറേ മണ്ണ് വാരി ഇതുണ്ടാക്കുന്നു, അപ്പോഴത്തേക്കും തിര വന്നിട്ട് തട്ടി മാറ്റി കൊണ്ടുപോകുന്നു. മോനിച്ച് അതുപോലെ എന്തൊക്കെ എഴുതി വെക്കുന്നു. അങ്ങനെ എന്താ പറയുക, ആകെ മൊത്തം ടോട്ടൽ സന്തോഷം മാത്രം.
അപ്പോൾ കടലമ്മ കനിഞ്ഞത് കൊണ്ടാണോ ഇത്രയേറെ സന്തോഷം കിട്ടിയത്? അപ്പോൾ കടലമ്മയോട് നന്ദി പറയണം അല്ലേ? എല്ലാവരോടും നന്ദി പറയണം. എല്ലാവരോടും നമ്മളൊരു നിമിഷം നമുക്ക് കിട്ടിയത് നമ്മളത് ആസ്വദിക്കണം മക്കളെ, ആസ്വദിക്കണം. കൊടു അങ്ങോട്ട് പോകല്ലേ? അങ്ങോട്ട് വാ. ആദി എനിക്ക് തോന്നുന്നത് ആദ്യക്കൂട്ടം സ്വർണം തരികയാണെന്നാണ് കേട്ടോ. അവനെന്തോ കാര്യമായിട്ട് തിരയുന്നുണ്ട്. അയ്യോ ദൈവമേ, ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യക്കൂട്ടം അതിനകത്ത് കുപ്പിച്ചില്ല എന്തെങ്കിലും ഉണ്ടാവും, കൈ മുറിയെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പിന്നെ അത് നിർത്തി. എന്തോ ഉണ്ടാക്കുമായിരുന്നു. കുടു കടലിലെ വെള്ളത്തിൽ ചാടി. മുന്നോട്ടാണോ പോയത്? അതൊന്നും കണ്ടില്ല. ഇപ്പോൾ അവരവിടെ ഒരു ഹോം മെയ്ഡ് ജ്യൂസ് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് എന്ന് പറയാനില്ല, എന്തിൻ്റെയൊക്കെ ഫ്ലേവർ ആണ്. പിന്നെ വത്തക്ക, പിന്നെന്താ പിസ്ത, അങ്ങനെ അതിനകത്ത് അങ്ങനെ നല്ല വെള്ളമൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഹോം മെയ്ഡാണ് ചേച്ചി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോനൂസ് പറയാണ് ഒരെണ്ണം മതി, ഞങ്ങൾക്ക് രണ്ടും കൂടെ 30 രൂപയാണ് കേട്ടോ ഒരു ബോട്ടിലിന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് മതി എന്നാണ് അവൻ പറയണത്. പിന്നെ ഒരെണ്ണം വാങ്ങാൻ അവൻ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ എന്തായാലും 2 എണ്ണം വാങ്ങി, ഒന്ന് അവർക്കും ഒന്ന് ഞങ്ങൾക്കും 3 ആൾക്കും കൂടെ. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം വാങ്ങി കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ലതായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും, അധികം തണുപ്പുമില്ല. വലിയ തണുപ്പാണെങ്കിൽ കുടിക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ അധികം തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടായി പറയുന്നുണ്ട് ഇതൊക്കെ അപ്പുറത്തുണ്ടടാ, അവിടുന്നൊക്കെ കിട്ടും, ഇവിടുന്ന് വാങ്ങണ്ടെന്നൊക്കെ പറയും. ഇവിടുന്ന് വാങ്ങണ്ടെന്നല്ല, ഇതൊക്കെ അപ്പുറത്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ അങ്ങോട്ട് എടുത്തു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. പക്ഷേ അത് കഴിഞ്ഞിട്ടായിരുന്നു സംഭവങ്ങൾ വഴിത്തിരിവുണ്ടായത്. സംഭവങ്ങൾ ഇങ്ങനെയായിത്തീരുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ മക്കളെ, നടക്കുക. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ബീച്ചിൽ നിന്ന് ബസ് കയറുന്നിടത്ത് എത്തണമെങ്കിൽ വണ്ടിയൊന്നും കിട്ടില്ല കേട്ടോ. ഓട്ടോറിക്ഷയൊന്നും കിട്ടിയില്ല. നടക്കുക. വിളിച്ച് പോകുന്ന ഓട്ടോറിക്ഷയാണ് കേട്ടോ ഇതൊക്കെ. ഇതൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ ഏതിലേക്കോ നടന്ന് നമ്മൾ ടൂറ് പോയതാ, നിങ്ങൾ കാണണം. പക്ഷേ എത്ര നടന്നാലും ഞാൻ ഫുൾ എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ. ഫുള്ള് പിന്നെ ബാറ്ററി ഫുള്ളായിരുന്നു. ബാറ്ററി ലോ ആയിട്ടില്ല. അവസാനമായപ്പോൾ കുറച്ച് ലോ ആയെങ്കിലും മൈൻഡ് ബാറ്ററി ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പാവം കുറേ നടക്കുമ്പോൾ അമ്മ എന്നും എടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടാ പറഞ്ഞു മര്യാദയ്ക്ക് നടന്നോണമെന്ന് പറയുമ്പോൾ മിണ്ടാണ്ട് കൂടും. അപ്പം അങ്ങനെ നടന്ന് വലിയങ്ങാടി എത്തിയിട്ടോ. അപ്പം ഞാൻ ചേട്ടാനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ മൊത്തം റോഡ് അടച്ചിട്ടേക്കുന്നത്? അപ്പോൾ ചേട്ടാ റോഡ് അടച്ചിട്ടിരിക്കുക, എവിടെ അടച്ചിട്ടിരിക്കുക? അപ്പോൾ അല്ല, ഇങ്ങനെ മൊത്തത്തിൽ റൂഫൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോഡ് മുഴുവനും പന്തലിട്ട് വെച്ചേക്കണത് എന്താണെന്നാട്ടോ ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു എടി പൊട്ടത്തി, ഇതാണ് വലിയങ്ങാടി ചന്ത, വലിയ ചന്തയാണ്. ഇവിടെ നിന്നാണ് സാധനങ്ങൾ കയറ്റുമതി ചെയ്യണതും ഇറക്കുമതി ചെയ്യണതും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ വലിയങ്ങാടി ചന്ത കണ്ടു മക്കളെ. രാത്രി 11 മണിക്കാണ് നമ്മൾ വലിയങ്ങാടി ചന്ത കാണുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മക്കളാരും കരയോ പറയോ ഒന്നും ചെയ്തില്ല. ആദ്യക്കുട്ടൻ്റെ മുഖമൊക്കെ ഒന്ന് വാടിയായിരുന്നു. കുടു പിന്നെ മടുക്കുമ്പോൾ ഒന്ന് എടുത്താലും പിന്നെ കണ്ടില്ല. കുടു നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടൻ കവറ് വാങ്ങി പിടിച്ച് കുടുവിനെടുത്ത സമയത്ത്
എൻ്റെ പൊന്നു മക്കളെ മതിയായി. ഇത്രേ നടക്കാനുള്ളൂ. 1 മണിക്കൂർ നടക്കാനോ? 1 മണിക്കൂർ 59 മിനിറ്റ്. എൻ്റെ 1 മണിക്കൂർ നടക്കാണ്ട് ബീച്ചിൽ നിന്ന് മിഠായി തെരുവിക്ക്. എന്താ മോനിച്ച് എത്തിയോ? ആ ശരിയാടാ. എന്താ എന്താടാ? എത്തിയതാ ഏട്ടായി പറഞ്ഞത്. എത്താതൊക്കെ 1 മണിക്കൂറായാലും നടക്കണോ, പിന്നെ എത്താണ്ടിക്കോ. അങ്ങനെ കുടു പിന്നെ കൈ പിടിച്ച് നടക്കലായി. സത്യം പറഞ്ഞാൽ ഈ നടത്തത്തിന് ഒക്കൂല മക്കളെ. ഇത്രയും സന്തോഷവും ഇത്രയും രസമായിട്ട് ഒരു കാറിലോ ഒരു ബസ്സിലോ ഒരു ജീപ്പിലോ ഒരു ഓട്ടോറിക്ഷയിലോ പോയാൽ കിട്ടൂല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ആരെയാണ് നോക്കി നിൽക്കണമെന്ന് നിങ്ങൾക്കറിയോ? കുടു കാണാത്തൊരു സാധനം കൂടെ കുടുവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക് ആരെയാണ് കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നതെന്ന്? അതൊരു സംഭവ ബഹുലമായ കാര്യമാണ് കേട്ടോ. കണ്ടില്ലേ അവിടുന്ന് ട്രെയിൻ വരുന്ന വെളിച്ചവും കാര്യമൊക്കെ അറിഞ്ഞിട്ടും ആൾക്കാർ കണ്ടില്ലേ വീണ്ടും ആ പാളത്തിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കാൻ കേട്ടോ. ഞാൻ ഈ ചേച്ചി എന്താ കൈ നീട്ടണം, ട്രെയിനും കൈ കാണിച്ച് നിർത്തി കയറിപ്പോവാനാണോ ചേച്ചി ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചു കേട്ടോ. ദൈവത്തിനറിയാം ചേച്ചി ഏത് ചേച്ചിയാണ്. ചേച്ചി അവിടെ നിന്ന് ആർക്കോ ഒന്ന് കൈ കാണിച്ച് കൊടുത്തിട്ടുണ്ട്, ട്രെയിൻ നിർത്താനൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കി നിന്ന് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട്. കുടു അങ്ങനെ കടൽ കണ്ടു, ട്രെയിൻ കണ്ടു. ആഹാ ഞങ്ങളും കുറേ നാൾ കൂടി ട്രെയിൻ കണ്ടു കേട്ടോ. കേറിയാലോ? ട്രെയിന് പിടിയാ ഞങ്ങളെ പിടിയടാ. കുച്ചു 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 തീവണ്ടി മൂക്കിപ്പായും പാളത്തിൽ പിന്നെന്താ കൂടു കൽക്കരി തുപ്പും വെള്ളം മോണ്ടും പിന്നെന്താ കൂടു നല്ലൊരു തീവണ്ടി. അങ്ങനെ ട്രെയിൻ പോയി മക്കളെ, തിരിച്ചു പോവാം. ഇനിയും നടക്കണം, എത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ നടത്തം എവിടേക്കായിരുന്നു എന്നറിയോ? ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. കാരണം എന്താ, നടക്കാൻ വല്ല എനർജിയും വേണ്ടേ? അതുമാത്രമല്ല നമുക്ക് ആ ബീച്ചിൽ നിന്ന സമയത്ത് ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടോയ്ലറ്റ് എവിടെയാണ് ഏത് ഭാഗത്താണെന്ന് അറിയില്ല, എന്തോരം പോകണമെന്നറിയില്ല. അങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ നടന്ന് ഏതാണ്ട് ഏതോ ഒരു ഹോസ്പിറ്റൽ കണ്ടപ്പം മിഠായി തെരുവിൻ്റെ അവിടെ എവിടെയെങ്ങാണ്ട് ഒരു ഹോസ്പിറ്റൽ കണ്ടു കേട്ടോ. ഞങ്ങൾ മിഠായി തെരുവിൻ്റെ ഉള്ളിൽ കുറച്ച് കയറിയപ്പം ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു. ബാത്റൂമിൽ പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂം ഇല്ല എന്ന് പറഞ്ഞു. പൊട്ടി തകർന്നു പോയി എൻ്റെ ഹൃദയം. ഞാനും ആദ്യക്കുട്ടനും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. കരഞ്ഞില്ല കേട്ടോ ഗൈസ്, കരച്ചിനുള്ളിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഹോട്ടലിൽ കയറി. മസാല ദോശ ഞാനും കുടും മസാല ദോശ ഞാനും കുടും നെയ്ദോശ നെയ് റോസ്റ്റ്. ആദ്യക്കുട്ടനും മോനുസും മസാല ദോശ, ചേട്ടായി പൂരിയാണ് വാങ്ങിയത്. പക്ഷേ കുടുവിന് അച്ഛൻ്റെ പൂരിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ അവസാനം കുടു ഞങ്ങൾ നോക്കുമ്പം മസാല ദോശ അവൻ്റെ ഒരിയിലുള്ളത് അവിടെ വെച്ചിട്ട് അവൻ ചേട്ടാൻ്റെ ഒരിയിൽ നിന്ന് പൂരിയാണ് കേട്ടോ കഴിക്കണത്. കുറേ നാൾ കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മസാല ദോശ ഞങ്ങളങ്ങനെ മസാല ദോശ അടിപൊളിയായിട്ടൊന്ന് കഴിച്ചു. സംഭവം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സാമ്പാറൊന്നും കൂട്ടിയില്ല, ഞാൻ ആ ചമ്മന്തി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ രണ്ടാമതൊരു ദോശ വേണമെന്ന് വെച്ചപ്പോൾ ആർക്കും വേണ്ട, ഒരു മസാല ദോശയിൽ ഒതുക്കി. അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല, വലിയ ഭാരിച്ചൊരു ചിലവില്ലാത്ത യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളങ്ങനെ വലിയ ഭാരിച്ചൊരു ചിലവുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പം പക്ഷേ ഇങ്ങനെ വാഹനങ്ങളില്ലാതെ വണ്ടി കിട്ടൂല എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കുറേ നാളായി ബീച്ചിൽ പോയിട്ട്, അപ്പോൾ അവിടെ തിരിച്ചു പോരാൻ ഇത്രയും ബുദ്ധിമുട്ടാവുമെന്നും നമുക്കറിയില്ലല്ലോ. എന്നാലും നമ്മൾ നടന്ന് എത്തി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആദ്യക്കുട്ടനും കുടുവും മാത്രം ഭക്ഷണം കഴിച്ചെഴുന്നേക്കാൻ ബാക്കിയായി.
എല്ലാവരും കഴിച്ച് എഴുന്നേറ്റാലും പിന്നെ ഒരു ഗുണമുള്ളത് കുടുവൊക്കെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനായി എന്നുള്ളതാട്ടെ ഏറ്റവും വലിയത്. സ്വന്തമായിട്ട് അങ്ങ് കഴിച്ചോളൂ, നമ്മൾ അവനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മിഠായിത്തെരുവിൽ കയറിയപ്പം ഈ കഷത്ത് വെച്ച് നടക്കുന്ന സഞ്ചി ഒന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കാമല്ലോ എന്ന് കരുതി. അതൊരു വലിയ അനുഗ്രഹമായി. എന്തായാലും വേണ്ടിയില്ല, കുറേ നാളായിട്ട് ഒരു കുഞ്ഞു ബാഗ് വാങ്ങണമെന്ന് വിചാരിക്കുന്നതായിരുന്നു. നീക്കി വെച്ച് അങ്ങനെ എന്തായാലും വേണ്ടില്ല 250 രൂപേൻ്റെ ഒരു ബാഗ് വാങ്ങി മക്കളെ. അതിനകത്തേക്ക് ഞാൻ എൻ്റെ കഷത്തുള്ള സഞ്ചി അങ്ങ് ഇട്ടു കേട്ടോ. പിന്നെ മറ്റേ കുഞ്ഞു ബാഗ് എന്ന് പറയുന്നത് എൻ്റെ ഫോൺ ഇടാൻ വേണ്ടി മാത്രമുള്ള ബാഗാണ്. അതും കൂടി ഞാൻ അതിനകത്ത് അങ്ങ് ഇട്ടു. പക്ഷേ നല്ല സൗകര്യമായിട്ടോ, അത് തോളത്തിട്ടപ്പോൾ ഈ കൈ ഒഴിവായേ എനിക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ മോനുച്ച് ആരോടെയും മിണ്ടിയും പറഞ്ഞ് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കുമ്പോൾ മോനുച്ച് മിണ്ടിയും പറയുന്നൊന്നുമില്ല, പക്ഷെ നോക്കി നിൽക്കുകയാണ്. വാടാന്ന് വിളിക്കുന്ന ബൊമ്മക്കുട്ടീനെയാണ് അവൻ നോക്കി നിൽക്കുന്നത് കേട്ടോ. കടയിലേക്ക് എല്ലാവരും വിളിച്ച് വെച്ചതാണ് ആൾ സാധനം വാങ്ങാനേ. പക്ഷേ ഇവിടുന്ന് മോനുസിൻ്റെ മുഖം ഒന്ന് വാടി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. ചേട്ടാ ഞങ്ങൾ എല്ലാ സാധനങ്ങളുള്ള എല്ലാ കടയിലേക്കും കയറ്റും, എന്നിട്ട് പറയും വാ അവിടെ ഒന്ന് അതിനേക്കാളും വില പറഞ്ഞാൽ അപ്പുറത്തുണ്ടെന്ന് പറയും കേട്ടോ. പോരി ഇതിനേക്കാളും വില പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പല കടകളിൽ കയറി. എന്താ കൂട്ടാ നിനക്ക് ബർമുട വേണോ? ആദി എടാ അവന് വേണ്ട ഇത് വേണോന്ന് ബർമുട. ഓപ്പ പറയും വേണ്ട. ഒന്നും വേണ്ടാത്ത മക്കള്. ഏതാ ടീഷർട്ടോ വാങ്ങിക്കോ? അതിനെത്രയാണ്? അങ്ങനെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവരാരും ഒന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ആദ്യക്കുട്ടൻ എന്തായാലും വേണ്ടില്ല ഒരു ചെരുപ്പ്. അവൻ്റെ ചെരുപ്പ് കുറേ ആയിരുന്നു, ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കും. സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും ആൾ. അങ്ങനെ അവനൊരു ചെരുപ്പ് വാങ്ങി. മോനൂസിനും ആദ്യക്കുട്ടനും കൂടി അതേപോലെ വീട് കൂടി ഇരുന്ന് ഈ ബർമുട പോലത്തെ അങ്ങനെ 2 വാങ്ങിയിട്ട് നിക്കറും പെണ്ണിനും. കുടുവിനൊന്നും വാങ്ങിയില്ല. കുടുവിന് ചേട്ടായി ഒരു കാറ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് മിഠായിത്തെരുവിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് കയറിയത് എങ്ങോട്ടായിരുന്നു? മിഠായിത്തെരുവിൽ ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷ കയറിയത് KSRTC സ്റ്റാൻഡിലേക്കായിരുന്നു കേട്ടോ. പിന്നെ ആകെ ഒരു ആശ്രയം KSRTC ബസ് ഉണ്ടാവും എന്നുള്ളതായിരുന്നേ. അങ്ങനെ KSRTC സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ കൈരളി തിയേറ്റർ കണ്ടിട്ടില്ലല്ലോ, കണ്ടോളാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ ഏതായാലും കഴിയില്ല, പുറമെ നിന്നൊന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൈരളി തിയേറ്റർ ഞാൻ ആദ്യക്കുട്ടനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. കൈരളി തിയേറ്റർ അങ്ങനെ കാണാത്ത 1-2 സാധനങ്ങൾ, അതുപോലെ നമ്മളെ KSRTC സ്റ്റാൻഡ് അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. എന്താ പോരെ, ഇതിൽ കൂടുതലൊക്കെ എന്ത് വേണം, നമ്മൾ അടിച്ചു പൊളിച്ചു അത് തന്നെ. അങ്ങനെ ഇതാ കുടുവിന് മടുപ്പ് വന്നു, കുടു അമ്മ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, KSRTC സ്റ്റാൻഡ് കയറിയപ്പോഴാണ് ഞാൻ ശരിക്കും ഇളിമ്പിയായത് കേട്ടോ. സുൽത്താൻ ബത്തേരി ബസ് വന്നു. ഞാൻ ചേട്ടായിനെ നോക്കിയില്ല, ആദ്യക്കുട്ടൻ്റെ കയ്യും പിടിച്ച് ഞാൻ ഓടി ഫ്രണ്ടിൽ തന്നെ, അതായത് ഡോറിനോട് ചേർന്ന് നിൽക്കുക കേട്ടോ. സീറ്റ് കിട്ടും ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും സീറ്റ് കിട്ടും, ഞാൻ നിൽക്കണ്ടെന്നൊക്കെ സന്തോഷിച്ച് നിൽക്കുകയാണേ. അപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞു, പൊക്ക മക്കളെ നിങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചേട്ടായി എന്നെ പുറന്ന് ഓയ് വാ പോര് മതി അവിടെ നിന്നത് എന്ന് പറഞ്ഞിട്ടോ. ഞാൻ എന്താ ഇതൊക്കെ പിന്നെ റിസർവേഷനാണ് പോലും, ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല മക്കളെ, പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബസ്സില്ല, ബസ് പിന്നെ 1 മണിക്കൂർ കഴിയണം. അപ്പം ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടന്നു. എവിടേക്കാണെന്നറിയില്ല, സിറ്റി ബസ്സോ ഏതെങ്കിലും ബസ് ഉണ്ടാവും നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ കൂടു പറയുന്നുണ്ട് ഇനിയും നടക്കണമെന്ന്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പകുതി നടന്നിട്ടും പകുതി ബസ് കയറിയിട്ടും പകുതി ഓട്ടോറിക്ഷ കയറിയിട്ടും ഞങ്ങൾ കുന്നമംഗലത്തെത്തി. കുന്നമംഗലത്ത് നമ്മളെ പേടകം ഇവിടെ ആയിരുന്നു, നമ്മളെ കൊണ്ടുപോകാനുള്ള ആൾ ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി. നമ്മൾ സമാധാനത്തോടു കൂടി നമ്മളെ വണ്ടി കയറിയിട്ടോ. ഇവരെയും കൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു, ഇത്ര ബുദ്ധിമുട്ടാവും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ.
പക്ഷേ അതിനൊരു വേറെ സുഖമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു യാത്ര ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? ഈ യാത്രേൻ്റെ സുഖമൊന്നും കാറിൽ പോയാൽ കിട്ടൂല മക്കളെ. ഇതൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. നമ്മൾ മറക്കുമോ ഈ യാത്ര? ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല കേട്ടോ. നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക, ഒരുമിച്ച് കൂടി നടന്ന് മടുത്ത് കളിച്ച് ചിരിച്ച് ആഹാ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതും കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതും ജീവിതത്തിൽ ആ ഫസ്റ്റ് ടൈമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മറക്കൂല ഒരിക്കലും. അപ്പോൾ തിരിച്ചുള്ള യാത്രയാണ്. അച്ഛനും മോനൂസും ബൈക്കിൽ, ഞാനും ആദ്യക്കൂട്ടനും സ്കൂട്ടിയിലായിരുന്നു. കൂടും അതിൻ്റെ നടുക്കുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ ബൈ, താങ്ക് യു.